നമസ്കാരം. ഞാൻ അനൂപ് അഗ്നിശർമ്മൻ, ആറ്റിങ്ങൽ. എല്ലാവർക്കും നമ്മളുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. ഒരുപാട് നാളായി ഒരു വീഡിയോ ചെയ്തിട്ട്. നമുക്കിന്ന് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. വിഷയമെന്ന് പറയുന്നത് കടം എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കടം വാങ്ങാറുണ്ട്. തൊഴിലിൻ്റെ കാര്യങ്ങൾക്കാണേലും വിവാഹ കാര്യങ്ങൾക്കാണേലും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള ചില ആൾക്കാരെ സഹായിക്കുന്നതിനൊക്കെ വേണ്ടിയും തന്നെ നമ്മൾ പലപ്പോഴും കടങ്ങളെ ആശ്രയിക്കാറുണ്ട്. ആ കടം പലപ്പോഴും നമ്മളെ അഗാധമായ ഗർത്തത്തിലേക്കും കൊണ്ട് ഇടാറുമുണ്ട്. അപ്പോൾ ഇങ്ങനെ കടം സംബന്ധിച്ച് ദോഷപ്രദമാകുന്ന ചില കാര്യങ്ങളെപ്പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു തൊഴിൽപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി, നമുക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കടം വാങ്ങുമ്പോൾ പ്രധാനമായും 2 വാരങ്ങൾ, അതായത് തിങ്കളാഴ്ച ദിവസവും ശനിയാഴ്ച ദിവസവും നമ്മൾ ഒഴിവാക്കണം. ഈ 2 ദിവസങ്ങളിൽ നമ്മൾ കടം വാങ്ങാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ശനിയുടെ നക്ഷത്രവും ചന്ദ്രൻ്റെ നക്ഷത്രങ്ങളും. അപ്പോൾ ശനിയുടെ നക്ഷത്രങ്ങളായ പൂയം, അനിഴം, ഉത്രട്ടാതി ഈ നക്ഷത്രങ്ങളും ചന്ദ്രൻ്റെ നക്ഷത്രമായ രോഹിണി, അത്തം, തിരുവോണം ഈ നക്ഷത്ര ദിവസങ്ങളിലും നമ്മൾ കടം വാങ്ങരുത്. അങ്ങനെ കടം വാങ്ങിയാൽ നമുക്കൊരിക്കലും അത് തിരിച്ചു കൊടുക്കാനായിട്ട് സാധിക്കത്തുമില്ല. പ്രപഞ്ചം നമുക്ക് അത് പ്രയോജനത്തിൽ വരുത്തത്തുമില്ല. അതുപോലെ തന്നെ ചില നക്ഷത്രക്കാർ, ഞാൻ ഇത്രയും പറഞ്ഞ നക്ഷത്രക്കാരിൽ നിന്നും നമ്മൾ കടം വാങ്ങിയാലും അവർക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കാതെ വരും. പൂയം, അനിഴം, ഉത്രട്ടാതി, രോഹിണി, അത്തം, തിരുവോണം ഈ നക്ഷത്രക്കാരിൽ നിന്ന് നമ്മൾ പണം കടം വാങ്ങിച്ചാൽ നമുക്ക് അവർക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കാതെ വരും. ഇപ്പോൾ പലപ്പോഴും എന്താ പറ്റുക, നമ്മൾ ആരുടെ കയ്യിൽ നിന്നെങ്കിലും കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ആവശ്യം അനുകൂലമായി വരാത്തപ്പോൾ നമ്മളെന്താ പറ്റുക, അവർക്ക് ആ പണം തിരിച്ചു കൊടുക്കാനായിട്ട് പ്രയാസം ഉണ്ടാവും. അങ്ങനെ വരുമ്പോഴേക്കും അവർ കുറച്ച് നാളെ ക്ഷമിക്കും. അത് കഴിഞ്ഞ് അവരുടെ ആവശ്യം വരുമ്പോൾ അവർ ചോദിക്കും. അപ്പോൾ നമുക്കത് തിരിച്ചു കൊടുക്കാനായിട്ട് സാധിക്കാതെ വരും. അപ്പോൾ സ്വാഭാവികമായ രീതിയും അവരോട് സംസാരിക്കുന്നതിന് നമുക്കൊരു ജാള്യത ഉണ്ടാവും. അപ്പോൾ അവർ വിളിച്ചാൽ നമ്മൾ ഫോൺ എടുക്കാതെ വരും. അവരെ കാണുമ്പോൾ നമ്മൾ മാറി നടക്കും. അപ്പോൾ ഉള്ള സൗഹൃദം കൂടെ നമുക്ക് ഇല്ലാണ്ടായി പോവുക. വളരെ ആത്മാർത്ഥമായ സുഹൃത്തുക്കളായിരിക്കും, പക്ഷേ ഈ ഒരൊറ്റ കാരണം കൊണ്ട് പരസ്പരം ശത്രുക്കളെ പോലെ തീരേണ്ട അവസ്ഥയിലേക്ക് വരും. അതാണ് പൊതുവെ ഇപ്പോൾ നടക്കുന്നത്. കഴിവതും ആരോടും കടം വാങ്ങിക്കാതിരിക്കുക. നിവൃത്തിയില്ല എങ്കിൽ ഈ നക്ഷത്ര ദിവസങ്ങളിലും ഈ നക്ഷത്രക്കാരോടും നമ്മൾ പണം വാങ്ങിക്കരുത്. വാങ്ങിച്ചാൽ പ്രപഞ്ചം തിരിച്ചു കൊടുക്കാനായിട്ട് സാധിക്കാണ്ടുള്ള അവസ്ഥ ഉണ്ടാക്കും. അതുപോലെ തന്നെ ചില നാമയോഗത്തിൽപ്പെടുന്ന ആൾക്കാരിൽ നിന്നും നമ്മൾ പണം വാങ്ങിയാൽ നമുക്ക് ആ പണം തിരിച്ചു കൊടുക്കാനായിട്ട് പറ്റത്തില്ല. കാരണം നമ്മൾ ആ പണം വാങ്ങിയാൽ നമുക്കത് പ്രയോജനത്തിൽ വരത്തില്ല. അപ്പോൾ ഒന്ന്
വജ്രം എന്ന് പറയുന്ന നാമയോഗത്തിൽ പിറന്നിരിക്കുന്ന വ്യക്തികളോടും സിദ്ധം എന്ന് പറയുന്ന നാമയോഗത്തിൽ പിറന്ന വ്യക്തികളിൽ നിന്നും വ്യതിപാതം നാമ നിത്യോഗത്തിൽ പിറന്ന വ്യക്തികളിൽ നിന്നും വൈദ്യുതി നാമ നിത്യോഗത്തിൽ പിറന്ന ആൾക്കാരിൽ നിന്നും വരിയാൻ നാമ നിത്യോഗത്തിൽ പിറന്ന ആൾക്കാരിൽ നിന്നും നമ്മൾ പണം വാങ്ങിയാൽ ഒരിക്കലും നമുക്ക് ആ പണം പ്രയോജനപ്പെടത്തില്ല. നമുക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് സാധിക്കാണ്ട് വരും. അതുപോലെ തന്നെ ഈ നാമയോഗം വരുന്ന ദിവസങ്ങളിലാണ് നമ്മൾ പണം വാങ്ങുന്നതെങ്കിൽ നമുക്ക് ആ പണം പ്രയോജനത്തിൽ വരില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളുടെ ഒരു മകൻ്റെ ഒരു വിദേശ യാത്രയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ നക്ഷത്രത്തിൽ പിറന്ന ആൾക്കാരിൽ നിന്നോ ഈ നക്ഷത്ര ദിവസമോ ഈ തിങ്കളാഴ്ചയോ ശനിയാഴ്ച ദിവസങ്ങളിലോ ഞാൻ ഇത്രയും പറഞ്ഞ നാമയോഗക്കാരിൽ നിന്നോ അല്ലെ ആ നാമയോഗ നക്ഷത്ര ദിവസം വരുന്ന ആ ഒരു ദിവസത്തിലോ നമ്മൾ പണം വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പണം നമ്മുടെ മകൻ്റെ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ മറ്റാർക്കെങ്കിലും കൊടുക്കുമായിരിക്കും. പക്ഷേ അവർക്ക് ഇത് പ്രയോജനത്തിലേക്ക് വരാത്ത സാഹചര്യങ്ങൾ വരും. അപ്പോൾ സ്വാഭാവികമായ രീതിയിൽ ആ പണം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യാം. നമ്മൾ വാങ്ങിച്ച ആൾക്ക് ഈ പണം തിരിച്ചു കൊടുക്കാതെയും വരാം. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഏറ്റവും നല്ല സുഹൃത്തുക്കളായിരിക്കാം അത്. പിന്നീട് എന്താ സംഭവിക്കുക? അവരുമായിട്ട് വിഷമങ്ങളോ വിദ്വേഷങ്ങളോ ഉണ്ടാകേണ്ട അനുഭവങ്ങൾ വരും. നല്ല ഒരു സുഹൃത്തിനെ നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. അങ്ങനെയാണ് സംഭവിക്കുക. മനസ്സിലായോ? അപ്പോൾ ഈ നക്ഷത്രക്കാരിൽ നിന്നോ നാമയോഗക്കാരിൽ നിന്നോ നമ്മൾ പണം വാങ്ങിയിട്ടുണ്ട് എങ്കിൽ എത്രയും വേഗം അത് തിരിച്ചു കൊടുക്കുക. കാരണം അവരിൽ നിന്ന് വാങ്ങിയ പണം നമ്മളിൽ ഉള്ളിടത്തോളം കാലം നമുക്ക് അനുകൂലമായ ഒരു സാഹചര്യം വരില്ല. അപ്പം ആ പണം എങ്ങനെയെങ്കിലും അവർക്ക് തിരിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ എന്ത് പറ്റുള്ളൂ? പ്രപഞ്ചം നമുക്ക് നല്ലതായിട്ട് വേല ചെയ്യിക്കത്തുള്ളൂ. അത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ഉദാഹരണം പറയാം. ഞാൻ എന്നെ തന്നെ പറയാം. ഞാൻ സിദ്ധം എന്ന് പറയുന്ന നാമയോഗത്തിൽ പിറന്ന ആളാണ്. ഒരുപാട് ആളുകൾ നമ്മളുടെ കയ്യിൽ നിന്നും വളരെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറഞ്ഞിട്ട് ഒരുപാട് പണങ്ങൾ കടമായി വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ഈ കടം വാങ്ങിച്ചുകൊണ്ട് പോയവർക്കൊന്നും തന്നെയും അത് തിരിച്ചു തരാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായ രീതിയിൽ നമ്മളെന്താ ചിന്തിക്കുക? ഇവരെന്താണ് ഇങ്ങനെ കാണിക്കുന്നത് നമ്മൾ ചിന്തിക്കും, അല്ലേ? പക്ഷെ പിന്നീടാണ് നമ്മുടെ ഗുരുനാഥൻ നമ്മൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നപ്പോഴാണ് നമുക്കിത് മനസ്സിലാകുക. ഇതാണ് അതിൻ്റെ നിയമം. എന്നാൽ വേറെയും ചില പ്രയോജനങ്ങളുണ്ട്. ഇപ്പം ഈ പറയുന്ന നക്ഷത്രക്കാരിൽ നിന്നോ നാമയോഗക്കാരിൽ നിന്നോ കടമല്ലാതെ നമ്മൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പണം വാങ്ങിച്ചാൽ അത് വളരെയേറെ പ്രയോജനപ്പെടും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു തൊഴിൽ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും ഫസ്റ്റ് ട്രാൻസാക്ഷൻ ഇവരാണ് ചെയ്യുന്നതെങ്കിൽ അതിന് നല്ല പോലെ ഡെവലപ്പാവും. അതൊരു ഉദ്ഘാടനത്തിന് ഫസ്റ്റ് സാധനം ഇവരാണ് വാങ്ങിക്കുന്നതെങ്കിൽ അവിടം കച്ചവടം ഡെവലപ്പായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ എനിക്ക് ഒരുപാട് പ്രയോജനമുള്ളൂ. ഞാൻ പല കട ഉദ്ഘാടനങ്ങൾക്ക് പോയപ്പോഴും അവർക്ക് ഒരുപാട് ആ കടയ്ക്ക് ഒരുപാട് ഡെവലപ്പായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ, ദാനമായി കൊടുക്കുന്ന കാര്യം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കർമ്മ ചെയ്യുന്ന കാര്യത്തിനകത്ത് ഒരുപാട് പ്രയോജനം ചെയ്യും. എന്നാൽ ഇവരിൽ നിന്ന് കടം സംബന്ധിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയാൽ വാങ്ങിക്കുന്നവർക്ക് പ്രയോജനപ്പെടത്തില്ല. വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് നമ്മൾ പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം അത് തിരിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതും ഈ പറഞ്ഞ ദിവസങ്ങളിലോ ശനിയാഴ്ചയോ തിങ്കളാഴ്ച ദിവസങ്ങളിലോ പൂയം, അനിഴം, ഉത്രട്ടാതി നക്ഷത്ര ദിവസങ്ങളിലോ രോഹിണി, അത്തം, തിരുവോണം നക്ഷത്ര ദിവസമോ വാങ്ങിച്ച പണം തിരികെ കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് അത് കൊടുത്ത് തീർക്കാനായിട്ട് സാധിക്കും.
അങ്ങനെയുമുണ്ട്. അതുപോലെ തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞ നിത്യയോഗത്തിൽ വജ്രം, സിദ്ധി, വ്യതിപാതം, വൈദ്യുതി, വരിയാൻ, ഈ 5 നാമയോഗങ്ങളിലും പണം തിരികെ കൊടുത്താൽ കടം പെട്ടെന്ന് തീർക്കാനായിട്ടും സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഈ നക്ഷത്രക്കാരോ ഈ നാമയാഗക്കാരോ ഉണ്ടെങ്കിൽ ഇവരുടെ കൈകൊണ്ട് കടം തിരികെ കൊടുത്താലും കടം പെട്ടെന്ന് തീർക്കാനായിട്ട് പ്രപഞ്ചം നമ്മളെ സഹായിക്കും. അങ്ങനെയുമുണ്ട്. ഈ ആൾക്കാരിൽ നിന്ന് നമ്മൾ പണം വാങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായ രീതിയിൽ തന്നെ നമ്മുടെ മനസ്സിൽ അവർ നമ്മുടെ സ്വന്തമല്ലേ, അത് പിന്നീടാട്ടെ, സമാധാനം ഉണ്ടല്ലോ എന്നുള്ളൊരു തോട്ട്സ് നമുക്ക് വരും. അവർക്ക് കറക്റ്റായ രീതിയിൽ ആ ഒരു ഇമ്പോർട്ടൻ്റ് നമ്മളിൽ കുറഞ്ഞു പോകും. അവരോട് പറഞ്ഞാൽ സമാധാനമുള്ള ആൾക്കാരാണ്, നമുക്ക് പിന്നാണേലും കൊടുക്കാം എന്നുള്ള ചിന്ത വരും. അപ്പം നമുക്ക് അതിനകത്തൊരു വൈമുഖ്യവും നമുക്കുണ്ടാവും ഈ ആൾക്കാരിൽ നിന്ന് പണം വാങ്ങിയാൽ. ഇതാരുടെയും കുഴപ്പമല്ല, പ്രപഞ്ചം ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ സൃഷ്ടിച്ചേക്കുന്നത്. കാരണം അതിൻ്റെ പിന്നിൽ ഇവർ പൂർവ്വജന്മത്തിൽ ചെയ്ത വേറെ ചില കർമ്മകാര്യങ്ങളുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുക. ഇതെൻ്റെ ഗുരുനാഥൻ എന്നോട് പറഞ്ഞു തന്നപ്പോൾ എനിക്ക് വളരെ ആശ്ചര്യമായിപ്പോയി. എൻ്റെ ജീവിതം തന്നെ എടുത്ത് നോക്കിയപ്പോഴേക്കും അത് വളരെ കറക്റ്റാണ്. കാരണം ഇന്നേ വരെ കാശ് കടം വാങ്ങിച്ചുകൊണ്ട് പോയവരാരും തിരികെ തന്നിട്ടില്ല. എന്നാൽ നമ്മൾ ദാനം ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ തന്നെ നല്ല ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ചില ഉദ്ഘാടനങ്ങൾക്കൊക്കെ പോയി അത് ചെയ്തിട്ടുള്ളപ്പോഴും അവർക്ക് വളരെയേറെ പ്രയോജനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഗുരുനാഥൻ പറഞ്ഞു തന്നപ്പോൾ വളരെ ആശ്ചര്യവും അത്ഭുതവുമായി പോയി. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കുകയും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ടീസ് ചെയ്ത് വെക്കുകയും ഒക്കെ ചെയ്താൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമുക്ക് പ്രയോജനപ്പെടാം. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പ്രയോജനപ്പെടുമാറാവട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്നും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.